ബിഗ് ബോസ് മലയാളം സീസൺ 7-ന്റെ 8-ാം ആഴ്ചയിലെ നോമിനേഷൻ ലിസ്റ്റിന്റെ ഭാഗമായി അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളുടെ അടിസ്ഥാനത്തിലെ ലൈവ് വോട്ടിംഗ് റിസൾട്ട് നമുക്ക് നോക്കാം. ലൈവിൽ വോട്ടിംഗ് തുടങ്ങി ഇതുവരെയും ഒന്നാം സ്ഥാനം ആർക്കും വിട്ടുകൊടുക്കാതെ പിടിച്ചു വെച്ചിരിക്കുകയാണ് അനീഷിൻ്റെ കാര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാടധികം വോട്ടുകൾ മറ്റുള്ള കണ്ടസ്റ്റൻസിനെ അപേക്ഷിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ കുറച്ച് സമയത്തിനുള്ളിൽ നേടാനായിട്ട് അനീഷിന് സാധിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് 2-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഷാനവാസാണ്. ഷാനവാസിനും ഒരുപാടധികം വോട്ടുകൾ നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് 3-ാം സ്ഥാനത്തേക്കൊരു അട്ടിമറി മുന്നേറ്റത്തിലൂടെ വന്നിരിക്കുന്നത് വേദലക്ഷ്മിയാണ്. വേദലക്ഷ്മിക്കും ഒരുപാടധികം വോട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അടുത്തതായിട്ട് 4-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ആദിലയാണ്. ആദിലക്ക് നൂറയുടെ വ്യക്തമായ സപ്പോർട്ട് കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ കുറച്ചധികം ഹേറ്റേഴ്സ് ഇപ്പോൾ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വോട്ടിംഗ് ഇടിവ് തീർച്ചയായിട്ടും ആദിലക്കൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അടുത്തതായിട്ട് 5-ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് ജിസയിലാണ്. പുള്ളിക്കാരത്തിക്കും അത്യാവശ്യത്തിന് വോട്ടൊക്കെ ഈ കഴിഞ്ഞ കുറച്ച് സമയത്തിനുള്ളിൽ നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് 6-ാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്നത് അക്ബർ ഖാനാണ്. അക്ബർ ഖാന് കൃത്യമായിട്ടുള്ള വോട്ടിംഗ് ഇടിവ് കാണാനായിട്ടുള്ള സാധിക്കുന്നുണ്ട്. അക്ബറിനെ സപ്പോർട്ട് ചെയ്യുന്നവർ തീർച്ചയായിട്ടും ജിയോ ഹോട്ട്സ്റ്റാറിൽ വോട്ട് ചെയ്യുക. അടുത്തതായിട്ട് 7-ാം സ്ഥാനത്ത് നിൽക്കുന്നത് വിഷിൻ മോഹനാണ്. പുള്ളിക്കാരനും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് ഇടിവ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യുന്നവർ ജിയോ ഹോട്ട്സ്റ്റാറിൽ വോട്ട് ചെയ്യുക. അടുത്തതായിട്ട് 8-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ആര്യൻ കത്തോരിയാണ്. ആര്യനും ഈ പറയുന്ന പോലെ ഈ ഒരു ആഴ്ച പുറത്തു പോകാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ്. അടുത്തതായിട്ട് 9-ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് സാബുമാനാണ്. സാബുമാൻ ഏറ്റവും അവസാനം നിന്നിരുന്നൊരു കണ്ടസ്റ്റൻ്റാണ്. എന്തൊക്കെയാണെങ്കിലും സേഫ് എന്ന് പറയാനായിട്ട് നമുക്കിപ്പോഴും സാധിക്കില്ല. അടുത്തതായിട്ട് 10-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ബിന്നി സെബാസ്റ്റ്യൻ ആണ്. ബിന്നി സെബാസ്റ്റ്യൻ ഈ ഒരാഴ്ച പുറത്തു പോകാൻ സാധ്യതയുള്ള കണ്ടസ്റ്റൻസിൽ മറ്റൊരു വ്യക്തിയാണ് ബിന്നി സെബാസ്റ്റ്യൻ. അടുത്തതായിട്ട് 11-ാം സ്ഥാനത്ത് നിൽക്കുന്നത് അഭിലാഷാണ്. അഭിലാഷിന് യാതൊരു വോട്ടും നേടാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. അഭിലാഷിനും ഈ ഒരു ആഴ്ച പുറത്തു പോകാൻ ഏറ്റവും സാധ്യത ഉള്ളൊരു മത്സരാർത്ഥി തന്നെയാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 7 ബന്ധപ്പെട്ടുകൊണ്ട് 8-ാം ആഴ്ചയിലെ നോമിനേഷൻ ലിസ്റ്റ് പ്രകാരമുള്ള അൺഒഫീഷ്യൽ വോട്ടിംഗ് ആണ് ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തത്. ഈ ഒരു വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരാഴ്ച പുറത്തു പോകാൻ ഏറ്റവും സാധ്യതയുള്ള മത്സരാർത്ഥികൾ അഭിലാഷ്, ബിന്നി സെബാസ്റ്റ്യൻ, സാബുമാൻ, ആര്യൻ കത്തോരിയ എന്നുള്ളവരാണ്. ഒന്നിലധികം കണ്ടസ്റ്റൻസ് ഈ ഒരാഴ്ച ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താവുന്നതായിരിക്കും. അതുപോലെ തന്നെ വോട്ടിംഗ് തുടങ്ങി അനീഷിൻ്റെ ആ ഒരു മുന്നേറ്റം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പോലും പറ്റാത്തത്ര വോട്ടാണ് അനീഷ് എന്നാണ് വാരിക്കൂട്ടുന്നത്. അതുപോലെ തന്നെ ഷാനവാസിനും കൃത്യമായൊരു ഭൂരിപക്ഷം നമുക്ക് ഈ ഒരു വോട്ടിങ്ങിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നിങ്ങൾക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻറ്റ് ബിഗ് ബോസ് ഹൗസിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജിയോ ഹോട്ട്സ്റ്റാറിൽ കയറിയിട്ട് അവർക്ക് വോട്ട് രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ബിഗ് ബോസ് മലയാളത്തിൻ്റെ ലൈവ് അപ്ഡേറ്റിനും വോട്ടിംഗ് അപ്ഡേറ്റിനുമായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കുക. താങ്ക്